எல்லாரும் அடிச்சுக்காரு வா 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 താമര പെണ്ണേ നീ എൻ പൂങ്കരല. അങ്ങനെ നമ്മുടെ കുഞ്ചുവിന്റെ കടയിലെ വിശേഷങ്ങൾ തുടരുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എല്ലാ വിശേഷങ്ങളും പറയാൻ കഴിഞ്ഞില്ലല്ലോ. കുഞ്ചുവേട്ടൻ ഒരു നല്ല കുക്ക് മാത്രമല്ല, ഒരു നല്ല കർഷകൻ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കുഞ്ചുവേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കറിവേപ്പിലയും നാരകവും ഒക്കെ കണ്ടതുപോലെ തന്നെ ഈ നടന്നു പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും മുളയൊക്കെ വെച്ച് കെട്ടി നല്ലൊരു വേലി സെറ്റപ്പ് പോലെ ആക്കി വെച്ചേക്കാണേ. ശരിക്കും ഇതുവഴി ഞാൻ എൻജോയ് ചെയ്താണേ പോയത്. പിന്നെ കുഞ്ചുവേട്ടന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴുള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മൾ പഴയ തറവാട്ടിലോട്ടൊക്കെ കയറി പോകത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണേ. ഇതാണ് ആ വീട്. പണ്ടത്തെ ഒരു തറവാടിന്റെ ലക്ഷണമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഇവിടെ നല്ല കുറെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രകൃതിരമണീയമായ സെറ്റപ്പിലൊക്കെയാണ് പുള്ളി ഇത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂക്കള് മാത്രമല്ലേ, ഇത് കണ്ടില്ലേ ഈ ഓറഞ്ച്, ഇതൊന്നും ഞാൻ തിന്നാൻ ശ്രമിച്ചു, അപ്പാര പുളിയായിരുന്നേ. പിന്നെ നാരങ്ങ ഇതുപോലെ 2-3 ഞാൻ വീട്ടിൽ കൊണ്ടുപോയത്, നല്ല നീരുണ്ടായിരുന്നേ. പിന്നെ വഴുതന, മുളക്, മത്തങ്ങ, വെള്ളരി അങ്ങനെ കുറെ ഉണ്ടായിരുന്നേ. കുഞ്ചേട്ടന്റെ അമ്മയാണ് ഇത്, ഒരു പാവം അമ്മയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുഞ്ചേട്ടന്റെ അനിയൻ അപ്പൂട്ടന്റെ കടയിൽ ഈ ഒരു സാധനം കണ്ടു. ഇതിന്റെ പേര് എനിക്കറിയില്ല, കുറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പേര് അറിയാവുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ റംബൂട്ടാനൊക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ബൂസ്റ്റ് ഒക്കെ ഇട്ട ഒരു അടിപൊളി മിൽക്ക് സർബത്ത് കുടിച്ചത്. പിന്നെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയെ, അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച്. നല്ല രസമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചേച്ചിയോട് വഴി ചോദിച്ചേ, ചേച്ചി അത്രയ്ക്കൊന്നും വെള്ളച്ചാട്ടം ഇല്ലെന്നാ പറഞ്ഞത് അവിടെ. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഈ പ്രോപ്പർട്ടി കുഞ്ചുവേട്ടന്റെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് എന്താ പറയാനുള്ളത് നോക്കാമേ. നമസ്കാരം എല്ലാവർക്കും. തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷം ആവാറായി. ഇല്ലേ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. നാവിലെ രുചി തേടിയുള്ള യാത്ര ഇനിയും തുടരുന്നതാണ്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കിയേക്കണേ.